എല്ലാവർക്കും നമസ്കാരം. സിവിൽ സൊസൈറ്റി നമ്മൾ പത്രത്തിലും ചർച്ചകളിലുമൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണത്, അല്ലേ? പക്ഷെ എന്താണ് ശരിക്കും ഈ സിവിൽ സൊസൈറ്റി? സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ജീവിതത്തെ എല്ലാ ദിവസവും തൊട്ടു തലോടി പോകുന്ന ഒന്നാണിത്. പക്ഷെ പലർക്കും ഇതെന്താണെന്നൊരു പിടിയുമില്ല. ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടീമിന്റെയോ ക്ലബിന്റെയോ അല്ലെങ്കിൽ ഒരു പൊതുവായ കാര്യത്തിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെയോ ഭാഗമായിട്ടുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ ഒരു വലിയ അഭിനന്ദനം. കാരണം നിങ്ങളറിയാതെ തന്നെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു. ഈ സ്ക്രീനിലുള്ള ലിസ്റ്റ് ഒന്ന് നോക്കൂ. ഒരു ചെറിയ ബുക്ക് ക്ലബ്ബ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഒരു ട്രേഡ് യൂണിയൻ, എന്തിനേറെ വലിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ വരെ ഇതിൽപ്പെടും. ഇവയ്ക്കെല്ലാം പൊതുവായി എന്താണുള്ളത്? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇതൊന്നും ഗവൺമെന്റിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് കമ്പനിയുമല്ല, അല്ലേ? പകരം നമ്മുടെ പോലുള്ള സാധാരണക്കാര് സ്വന്തം താൽപര്യപ്രകാരം ഒരു പൊതുവായ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിക്കുന്ന ഇടങ്ങളാണ് ഇതെല്ലാം. അതാണ് സിവിൽ സൊസൈറ്റി. അതിന്റെ ഒരു വ്യാപ്തി നോക്കണേ. അപ്പോ ഇതിനൊരു കൃത്യമായ നിർവചനം കൊടുത്താൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കും. ഒരു വശത്ത് ഭരണകൂടം, അതായത് സ്റ്റേറ്റ്, മറുവശത്ത് കമ്പോളം, അതായത് മാർക്കറ്റ്. ഈ രണ്ട് വമ്പൻ ശക്തികൾക്കും നമ്മുടെയെല്ലാം കുടുംബങ്ങൾക്കുമിടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലേ? അവിടെയാണ് നമ്മൾ പൗരന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരോ കാര്യങ്ങൾക്കായി സംഘടിക്കുന്നത്. ആ ഒരു മൂന്നാമത്തെ ഇടം, അതാണ് സിവിൽ സൊസൈറ്റി. ഇത് നമ്മുടേതാണ്, നമുക്ക് വേണ്ടിയുള്ള ഒരിടം. ശരി, അപ്പോ ഇങ്ങനെ ആളുകൾ കൂടുന്നതിനെയെല്ലാം സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. ഇതിനെ സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കണമെങ്കിൽ ചില നിയമങ്ങളും ചിട്ടകളുമൊക്കെയുണ്ട്. എന്തൊക്കെയാണ് ആ അടിസ്ഥാന തത്വങ്ങൾ? നമുക്ക് നോക്കാം. ഒരു സംഘടനയെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാക്കുന്നത് ഈ 5 പ്രധാന തത്വങ്ങളാണ്. ഒന്നാമത്തത് സ്വയംഭരണം, അതായത് ഗവൺമെന്റിന്റെയോ വലിയ കോർപ്പറേറ്റുകളുടെയോ നിയന്ത്രണത്തിലായിരിക്കരുത്. രണ്ടാമത്തത് സന്നദ്ധത, ആരും നിങ്ങളെ നിർബന്ധിച്ചു ചേർത്തതല്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പങ്കാളിയാവണം. 3. ബഹുസ്വരത, അതായത് പലതരം ആശയങ്ങൾക്കും സംഘടനകൾക്കും അവിടെ സ്ഥാനമുണ്ടായിരിക്കണം. 4. ഒരു പൊതുവായ ലക്ഷ്യം വേണം, സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണം. പിന്നെ അവസാനമായി പൗരന്മാരുടെ സജീവമായ പങ്കാളിത്തം. ചുരുക്കിപ്പറഞ്ഞാൽ ഈ 5 തൂണുകളിലാണ് സിവിൽ സൊസൈറ്റി എന്ന ആശയം നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ സിമ്പിളായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ സിവിൽ സൊസൈറ്റി എന്ന ആശയം അത്ര നിസ്സാരമായിരുന്നില്ല കേട്ടോ. ഇതിന്റെ ശരിയായ അർത്ഥമെന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നതിനെ ചൊല്ലി വലിയ ചിന്തകർ തമ്മിൽ ഒരുപാട് തർക്കങ്ങളും സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആശയങ്ങളുടെ ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു അത്. നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 17-ാം നൂറ്റാണ്ടിൽ ജോൺ ലോക്കിൽ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൽ ഹെഗലും കാൾ മാർക്സും പിന്നെ 20-ാം നൂറ്റാണ്ടിൽ അന്റോണിയോ ഗ്രാംഷിയും, അങ്ങനൊരു വലിയ നിര തന്നെയുണ്ട്. ഇതിൽ ഓരോരുത്തരും സിവിൽ സൊസൈറ്റിയെ കണ്ടത് വ്യത്യസ്തമായ കണ്ണുകളിലൂടെയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ഈ ടേബിള് നോക്കിയാൽ ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും. ജോൺ ലോക്ക് പറഞ്ഞതെന്താ? സിവിൽ സൊസൈറ്റി എന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരിടമാണ്, ഭരണകൂടം അതിനെ സംരക്ഷിച്ചാൽ മാത്രം മതി. പക്ഷെ ഹെഗൽ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഇത് പല താൽപ്പര്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു വേദിയാണ്, അതുകൊണ്ട് ഭരണകൂടം ഇതിനെ നിയന്ത്രിക്കണം. എന്നാൽ കാൾ മാർക്സ് വന്നപ്പോൾ കഥ മുഴുവൻ മാറി. അദ്ദേഹത്തിന് സിവിൽ സൊസൈറ്റി എന്നത് വർഗസമരത്തിന്റെ ഒരു വേദി മാത്രമായിരുന്നു. ഭരണകൂടത്തെപ്പോലെ തന്നെ ഇതിനെയും ഇല്ലാതാക്കണം എന്നായിരുന്നു മാർക്സിന്റെ വാദം. ലോക്കും ഹെഗലും തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരാൾ പറയുന്നു ഭരണകൂടത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്ന്, മറ്റൊരാൾ പറയുന്നു ഭരണകൂടം നിയന്ത്രിക്കണമെന്ന്. ഒന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നു, മറ്റേത് ഒരു ക്രമത്തിനു വേണ്ടി. സ്വാതന്ത്ര്യമാണോ ക്രമമാണോ വലുത്? ഈ ചോദ്യം ഇന്നും സിവിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വളരെ പ്രസക്തമാണ്. ഈ സംവാദത്തിലേക്കാണ് ആന്റോണിയോ ഗ്രാംഷി എന്ന ഇറ്റാലിയൻ ചിന്തകൻ വരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഹെഗമണി എന്ന ആശയം കളിയാകെ മാറ്റിമറിച്ചു. എന്താണ് ഹെഗമണി? ലളിതമായി പറഞ്ഞാൽ ആധിപത്യം. ഗ്രാംഷി പറഞ്ഞത് സിവിൽ സൊസൈറ്റി എന്നത് ഒരു സമാധാനപരമായ ഇടമൊന്നുമല്ല, അതൊരു യുദ്ധക്കളമാണ്. പക്ഷെ ഇത് തോക്കും പീരങ്കിയും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല. ആശയങ്ങൾ, സംസ്കാരം, വിദ്യാഭ്യാസം ഇവയൊക്കെ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധം. ഒരു ഭരണവർഗം ജനങ്ങളുടെ സമ്മതം നേടിയെടുക്കുന്നതും അവരുടെ ആശയങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കുന്നതും ഈ സിവിൽ സൊസൈറ്റിയിലൂടെയാണ്. അപ്പോ പഴയ കാലത്തെ ഈ തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ ചിന്തകർ ഇതിനെങ്ങനെയാണ് കാണുന്നത്? റോബർട്ട് പുട്നാം, ഹേബർമാസ് തുടങ്ങിയവരൊക്കെ പറയുന്നത്
സിവിൽ സൊസൈറ്റി ഒരു ആരോഗ്യമുള്ള ജനാധിപത്യത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്നാണ്. ആളുകൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്ന സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാകുന്നത് ഇവിടെയാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു പൊതുമണ്ഡലം അഥവാ പബ്ലിക് സ്ഫിയർ ഉണ്ടാക്കുന്നതും ഈ സിവിൽ സൊസൈറ്റി തന്നെ. ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും സിവിൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സംഭവമാണല്ലോണ്, അല്ലേ? പക്ഷെ ഒന്ന് നിൽക്കൂ, എല്ലാ നാണയത്തിനും ഒരു മറുവശമുണ്ടല്ലോ. ഈ സിവിൽ സൊസൈറ്റി എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമാണോ ചെയ്യുന്നത്, അതോ ചിലപ്പോഴൊക്കെ ഇതൊരു ഇരട്ടത്തലയുള്ള വാളായി മാറുമോ? ചോദ്യം ഇതാണ്, സിവിൽ സൊസൈറ്റി എപ്പോഴും സിവിലാണോ? അതായത് എപ്പോഴും സംസ്കാരസമ്പന്നവും മാന്യവുമാണോ? ഈ ചോദ്യത്തിനുത്തരം തേടുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ചില ഇരുണ്ട വശങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഇതിന്റെ പ്രശ്നങ്ങൾ പലതാണ്. ഒന്ന്, സമൂഹത്തിലുള്ള അസമത്വങ്ങൾ. അത് ജാതിയുടെ പേരിലായാലും പണത്തിന്റെ പേരിലായാലും. അതൊക്കെ സിവിൽ സൊസൈറ്റിയിലും കാണും. ചിലപ്പോൾ ചില ഗ്രൂപ്പുകളെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തും. ചില സംഘടനകളെ സർക്കാരോ വലിയ കമ്പനികളോ പണം കൊടുത്ത് വിലക്കെടുക്കും. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം പോയിക്കിട്ടും. എന്നാൽ ഇതിലൊക്കെ വലിയൊരു അപകടമുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, ജനാധിപത്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഈ സിവിൽ സൊസൈറ്റിയുടെ കുടക്കീഴിൽ വളർന്നുവരാം. ഇതിനെയാണ് അൺസിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് വളരെ അപകടകരമാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്തും മനസ്സിലാക്കാം. ഒരു കാര്യം ഉറപ്പാണ്, സിവിൽ സൊസൈറ്റിയില്ലാതെ ഒരു ജനാധിപത്യം നിലനിൽക്കില്ല. പക്ഷേ അതെല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീർക്കുന്ന ഒരു മാന്ത്രിക വടിയൊന്നുമല്ല. ഇതൊരു സ്വതന്ത്ര സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണാണ്. പക്ഷേ ആ തൂണിന് അതിന്റേതായ ബലഹീനതകളുണ്ട്. ചിലപ്പോൾ വിള്ളലുകളും വീഴാം. ഒരേ സമയം ഒരു ജനാധിപത്യത്തിന്റെ കാവലാളാകാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ അന്തകനാകാനും ഇതിന് കഴിഞ്ഞേക്കും. അവസാനമായി ഒരു ചോദ്യം. ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എവിടെയോ മുകളിൽ നിന്ന് വരുന്ന ഒന്നല്ല. അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഈ ഇടത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ, കൂടുതൽ നീതിയുക്തമാക്കാൻ നിങ്ങൾക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.